ഏവർക്കും സോഷ്യൽ സയൻസ് പാഠശാലയിലേക്ക് സ്വാഗതം. കേരളം ആധുനികതയിലേക്ക് എന്ന അധ്യായത്തിൻ്റെ ചർച്ച ഇവിടെ തുടരുകയാണ്. വെൽക്കം ടു ദി ക്ലാസ്. നമുക്ക് 3 സ്റ്റേറ്റ്മെൻറ്റ്സ് ശ്രദ്ധിക്കാം. ഒന്നാമത്തേത്, ഡോക്ടർ അഞ്ചലോസ് ഫ്രാൻസിസ് ആണ് മലയാളത്തിലെ ആദ്യ വ്യാകരണ ഗ്രന്ഥം തയ്യാറാക്കിയത്. രണ്ടാമത്തേത്, മലയാളത്തിലെ ആദ്യ നിഘണ്ടു രൂപപ്പെടുത്തിയത് അർണോസ് പാതിരിയാണ്. മൂന്നാമത്തേത്, ആദ്യ വ്യാകരണ ഗ്രന്ഥമാണ് സംക്ഷേപ വേദാർത്ഥം. ഇതിൽ തെറ്റായ പ്രസ്താവന കണ്ടെത്തുക എന്നുള്ളതാണ് ആദ്യത്തെ ചോദ്യം. നമുക്കറിയാം, യൂറോപ്യന്മാരുടെ വരവോടുകൂടിയാണ് കേരളത്തിൽ അച്ചടി ആരംഭിച്ചത്. ഡോക്ടർ അഞ്ചലോസ് ഫ്രാൻസിസ് അദ്ദേഹം തന്നെയാണ് മലയാളത്തിലെ ആദ്യത്തെ വ്യാകരണ ഗ്രന്ഥം തയ്യാറാക്കിയത്. അപ്പോൾ ഒന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് ശരിയായേ. മലയാളത്തിലെ വ്യാകരണ ഗ്രന്ഥങ്ങളും നിഘണ്ടുവും തയ്യാറാക്കുന്നതിൽ കൂടുതൽ താല്പര്യം പ്രകടിപ്പിച്ചത് ജെസ്യൂട്ട് മിഷണറിമാരാണ്. മലയാളത്തിലെ ആദ്യ നിഘണ്ടു രൂപപ്പെടുത്തിയത് അർണോസ് പാതിരിയാണ്. രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റും അപ്പോൾ ശരിയായി വരും. എന്നാൽ മൂന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് ശ്രദ്ധിക്കൂ, ആദ്യ വ്യാകരണ ഗ്രന്ഥമാണ് സംക്ഷേപ വേദാർത്ഥം. അത് തെറ്റാണ്. എന്നാൽ പിന്നെ എന്താണ് ഈ സംക്ഷേപ വേദാർത്ഥം? മലയാള ഭാഷയിൽ അച്ചടിച്ച ആദ്യത്തെ സമ്പൂർണ്ണ ഗ്രന്ഥമാണ് സംക്ഷേപ വേദാർത്ഥം. ഉത്തരം ഓപ്ഷൻ ഡി, മൂന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് മാത്രം തെറ്റ്. അടുത്ത ചോദ്യം, ജാതി ഭേദമന്യേ ഏവർക്കും വിദ്യാഭ്യാസം എന്ന ആശയത്തിന് കേരളം തുടക്കം കുറിക്കുന്നത് എങ്ങനെയാണ്? നമുക്കറിയാം, പണ്ട് കാലത്ത് കേരളത്തിൽ സവർണർ മാത്രമാണ് വിദ്യാഭ്യാസം നേടിയിരുന്നത്. ജാതീയത വിദ്യാഭ്യാസം കിട്ടുന്ന കാര്യത്തിൽ വലിയൊരു വിഷയമായിരുന്നു. അപ്പോൾ ആരുടെ വരവോടുകൂടിയാണ് ഇതില്ലാതായത്? ഇത് ഇല്ലാതായത് യൂറോപ്യൻ മിഷണറിമാരുടെ വരവോടുകൂടിയാണ്. ജാതിമത ഭേദമന്യേ ഏവർക്കും വിദ്യാഭ്യാസം എന്ന ആശയത്തിന് കേരളത്തിൽ തുടക്കം കുറിച്ചത് മിഷണറിമാരുടെ വിദ്യാഭ്യാസ പ്രവർത്തനങ്ങളാണ്. ഓപ്ഷൻ എ ആണ് ശരി ഉത്തരം. അടുത്ത ചോദ്യം, ഇവിടെ ചില നവോത്ഥാന നായകരുടെ പേരും അവരുടെ സംഘടനകളും തന്നിരിക്കുന്നു. അതിലൊരെണ്ണം തെറ്റാണ്. തെറ്റായത് കണ്ടെത്തുക. പണ്ഡിറ്റ് കറുപ്പൻ അദ്ദേഹമാണോ ആര്യ സമാജം സ്ഥാപിച്ചത്? അതെ, അപ്പോൾ അത് ശരിയാണ്. വാഗ്ഭടാനന്ദൻ അദ്ദേഹമാണോ സമത്വ സമാജം സ്ഥാപിച്ചത്? അത് നമുക്ക് പിന്നീട് പരിശോധിക്കാം. കുമാരഗുരുദേവൻ അദ്ദേഹമാണോ പ്രത്യക്ഷ രക്ഷാ ദൈവസഭ സ്ഥാപിച്ചത്? അതെ, അപ്പോൾ അത് ശരിയാണേ. ഓപ്ഷൻ ഡി, അയ്യങ്കാളിയുടെ സംഘടനയാണ് സാധുജന പരിപാലന യോഗം എന്ന് നമുക്ക് പണ്ടേ അറിയാം. അപ്പോൾ അതും ശരി. അപ്പോൾ തെറ്റ് ഏതായിരുന്നു ഇതിൽ? ഓപ്ഷൻ ബി, വാഗ്ഭടാനന്ദൻ സമത്വ സമാജം. അപ്പോൾ വാഗ്ഭടാനന്ദൻ സ്ഥാപിച്ച സംഘടന ഏതാ? ആത്മവിദ്യാ സംഘം. ഈ സമത്വ സമാജം സ്ഥാപിച്ചതേ വൈകുണ്ഠ സ്വാമികളാണ്. സമത്വ സമാജം വൈകുണ്ഠ സ്വാമികൾ. അടുത്ത ചോദ്യം, 1888 അരുവിപ്പുറത്ത് ശ്രീനാരായണ ഗുരു ശിവപ്രതിഷ്ഠ നടത്തി. ഇതിലൂടെ അദ്ദേഹം എന്താണ് നേടിയെടുത്തത്? തീർച്ചയായും നമ്മുടെ സാമൂഹിക രംഗത്ത് അരുവിപ്പുറം ശിവപ്രതിഷ്ഠ പുതു ചലനങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. എന്നാൽ അത് നമ്മൾ ഇവിടെ ഉത്തരമായിട്ട് എഴുതാൻ സാധിക്കില്ല. ഇവിടെ അതിൻ്റെ റിസൾട്ട് എന്തായിരുന്നു എന്നുള്ളതാണ് ഉത്തരമായി വരേണ്ടത്. അപ്പോൾ റിസൾട്ട് എന്താ? പൂജ ചെയ്യുവാനുള്ള അവകാശം അവർണ സമുദായത്തിൽപ്പെട്ടവർക്ക് കൂടി നേടിയെടുക്കുവാൻ സാധിച്ചു. ഇതാണ് അരുവിപ്പുറം ശിവപ്രതിഷ്ഠയിലൂടെ ശ്രീനാരായണ ഗുരു നേടിയെടുത്ത വിപ്ലവം. ഓപ്ഷൻ ബി. ശ്രീനാരായണ ഗുരു ആലുവയിൽ വച്ച് ഒരു സർവമത സമ്മേളനം വിളിച്ചു കൂട്ടുകയുണ്ടായി. അതുമായി ബന്ധപ്പെട്ടാണ് വാദിക്കാനും ജയിക്കാനുമല്ല, അറിയാനും അറിയിക്കുവാനുമാണ് എന്ന പ്രഖ്യാപനം. അതാണ് ഈ 5ാമത്തെ ചോദ്യത്തിൽ ചോദിച്ചിരിക്കുന്നത്. വാദിക്കാനും ജയിക്കാനുമല്ല, അറിയാനും അറിയിക്കുവാനുമാണ് എന്ന പ്രഖ്യാപനത്തോടു കൂടി നടന്നതെന്ത്? ഉത്തരം ഓപ്ഷൻ സി, ആലുവ സർവമത സമ്മേളനം. സഞ്ചാര സ്വാതന്ത്ര്യത്തിനായി കേരളത്തിൽ നടന്ന പ്രക്ഷോഭങ്ങളിൽ പ്രധാനപ്പെട്ടതാണ് വൈക്കം സത്യാഗ്രഹം. ഈ വൈക്കം സത്യാഗ്രഹം നടന്ന വർഷം ഏതാണ് എന്നുള്ളതാണ് ചോദ്യം. അപ്പോൾ ഏത് വർഷമാണ് വൈക്കം സത്യാഗ്രഹം നടന്നത്? ഓപ്ഷൻ ബി, 1924. ടി.കെ. മാധവൻ്റെ നേതൃത്വത്തിൽ നടന്ന ഈ സമരത്തോട് അനുഭാവം പ്രകടിപ്പിച്ച് മന്നത്ത് പത്മനാഭൻ്റെ നേതൃത്വത്തിൽ സവർണജാഥ സംഘടിപ്പിക്കപ്പെട്ടു. PSC പരീക്ഷയ്ക്ക് ചോദിക്കുകയില്ല എങ്കിലും ഈ 1924 ഇപ്പം 100 വർഷമാവുന്ന വൈക്കം സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട ഒരു ക്യൂരിയസ് ആയിട്ടുള്ള ഒരു കൗതുകം ഉണർത്തുന്ന ഒരു ഫാക്റ്റ് പറഞ്ഞു തരാം. അതായത് നമ്മുടെ പ്രിയപ്പെട്ട ഭക്ഷണമാണല്ലോ ചപ്പാത്തി.
ഈ ചപ്പാത്തി കേരളത്തിൽ ആദ്യമായിട്ട് ഉണ്ടാക്കുന്നത് ഈ വൈക്കം സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ടാണ്. വൈക്കം സത്യാഗ്രഹത്തിന് പിന്തുണ അർപ്പിച്ച് പഞ്ചാബിൽ നിന്ന് അകാലികൾ എന്നുള്ളൊരു ഗ്രൂപ്പ് എത്തിയപ്പോഴാണ് ചപ്പാത്തി ആദ്യമായി കേരളത്തിൽ ഉണ്ടാക്കിയത്. അടുത്ത ചോദ്യം, 1931 ഗുരുവായൂർ സത്യാഗ്രഹത്തിൻ്റെ ലക്ഷ്യം എന്താണ്? ഉത്തരം ഓപ്ഷൻ എ ആണ്. ഗുരുവായൂർ ക്ഷേത്രത്തിൽ എല്ലാ ജാതിയിലും പെട്ട ഹിന്ദുക്കൾക്ക് പ്രവേശനം അനുവദിക്കണമെന്നാവശ്യപ്പെട്ട് കെ കേളപ്പൻ്റെ നേതൃത്വത്തിലാണ് 1931 ഗുരുവായൂർ സത്യാഗ്രഹം നടന്നത്. എ കെ ഗോപാലനായിരുന്നു ഈ സമരത്തിൻ്റെ വോളണ്ടിയർ ക്യാപ്റ്റൻ. അടുത്ത ചോദ്യം, വൈക്കം സത്യാഗ്രഹം, ഗുരുവായൂർ സത്യാഗ്രഹം എന്നീ പ്രക്ഷോഭങ്ങളുടെ ഫലമായി എന്താണ് സംഭവിച്ചത്? ഉത്തരം ഓപ്ഷൻ സി. തിരുവിതാംകൂറിൽ ക്ഷേത്രപ്രവേശന വിളംബരം പുറപ്പെടുവിച്ചു. ഡേറ്റ് 1936 നവംബർ 12. ഇതിനുശേഷം മലബാറിലും കൊച്ചിയിലുമൊക്കെ ക്ഷേത്രപ്രവേശന വിളംബരം പുറപ്പെടുവിച്ചു. ഈ ക്ഷേത്രപ്രവേശന വിളംബരം തിരുവിതാംകൂറിൽ എന്നാണ് നടത്തിയത് എന്നുള്ളതാണ് അടുത്ത ചോദ്യമായിട്ട് തന്നെ ഉള്ളത്. അത് ഓപ്ഷൻ ബി, 1936 നവംബർ 12. കെ കേളപ്പൻ്റെ നേതൃത്വത്തിലാണ് ഗുരുവായൂർ സത്യാഗ്രഹം നടന്നതെന്നും അതിൻ്റെ വോളണ്ടിയർ ക്യാപ്റ്റൻ എ കെ ഗോപാലനായിരുന്നുവെന്നും നമ്മൾ മുൻപേ കണ്ടതാണ്. ഇവിടെ ചോദ്യം, ഗുരുവായൂർ സത്യാഗ്രഹത്തിൽ ക്രൂരമായ മർദ്ദനമേറ്റത് ആർക്കാണ്? ഉത്തരം ഓപ്ഷൻ സി, പി കൃഷ്ണപിള്ള. പി കൃഷ്ണപിള്ളയ്ക്കാണ് ഈ ഗുരുവായൂർ സത്യാഗ്രഹത്തിൻ്റെ ഭാഗമായി മർദ്ദനമേറ്റത്. ഈ ക്ലാസ് ഏവർക്കും ഉപയോഗപ്രദമായി എന്ന് വിശ്വസിക്കുന്നു. എല്ലാവരും ദയവായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.